ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടൊരു ഫ്രോക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാൻ നൈറ്റി ബിറ്റാണ് കേട്ടോ എടുത്തിരിക്കണേ. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത് കോട്ട് കോളറാണ് നമ്മൾ നെക്കിൽ കൊടുത്തിരിക്കണേ. നിങ്ങൾ കോളർന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയും വേണ്ട കേട്ടോ. ഇതിലിപ്പോൾ മെഷർമെൻറ്റ്സ് ഒന്ന് തെറ്റിയെന്ന് വെച്ചാൽ ഒരു കുഴപ്പം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ. ബിഗിനേഴ്സിനും ട്രൈ ചെയ്യാം. കോട്ട് കോളറാണ്, ഒരു പേടിയും വേണ്ട കേട്ടോ. ഈ ഒരു കോളർ ബിഗിനേഴ്സിനും വളരെ സിമ്പിളായിട്ട് ഒരു തെറ്റും കൂടാണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യമേ തന്നെ നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ നൈറ്റി ബിറ്റിയിൽ നിന്ന് ഒരു പീസ് ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതിനെ ഒന്ന് ഹാഫായിട്ട് മടക്കുക. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ദേ ഈ ഒരു ഓപ്പോസിറ്റ് ഭാഗം കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ്. മടക്ക് വശം ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് രണ്ട് പീസും ഓപ്പൺ ആണ്, കണ്ടില്ലേ? ഓപ്പൺ ആണ് കേട്ടോ വരണേ. അതുപോലെ തന്നെ യോക്ക് പോർഷൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ വിത്ത് തയ്യൽ തുമ്പാണ് കേട്ടോ 15 ഞാൻ എടുത്തിരിക്കണേ. നിങ്ങൾക്ക് എത്രയാണോ യോക്ക് പോർഷൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 15 ഇഞ്ചാണ് എടുത്തിരിക്കണേ. തയ്യൽ തുമ്പും കൂട്ടി യോക്ക് പോർഷനിൽ 15 ഇഞ്ച് വരും. നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെ ഈ ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, രണ്ട് പീസ് ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗം, ആ ഒരു ഭാഗത്ത് ചെറിയൊരു തയ്യൽ തുമ്പ് ഇട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു തയ്യൽ തുമ്പ്. ഇത് ഫ്രണ്ടിൽ മാത്രമേ ഓപ്പണിംഗ് വരുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ മാത്രം ഈ ഒരു തയ്യൽ തുമ്പ് നമ്മൾ കൊടുത്താൽ മതി കേട്ടോ. ഒരു 1/4 ഇഞ്ചും ഒരു പോയിൻറ്റും എത്രയാണോ നിങ്ങൾ തയ്യൽ തുമ്പ് എടുക്കണേ അത് കൊടുത്തോളൂ കേട്ടോ. ഞാനൊരു 1/4 ഇഞ്ചും ഒരു പോയിൻറ്റും മാത്രമേ മാർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് വേണം നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കാനായിട്ട് കേട്ടോ. ആദ്യമേ തന്നെ ഷോൾഡർ 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ അപ്പുറത്തേക്ക് 7 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ അപ്പുറത്തേക്കാണ് കേട്ടോ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കണേ. ഇനി നേരെ അടിയിലേക്ക് ആം ഹോളും ആ ഒരു സെയിം 7 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നേരെ അടിയിലേക്കും 7 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അങ്ങ് സ്ട്രെയിറ്റ് അറ്റം വരെ അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആം ഹോള് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 9.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. അപ്പോൾ 9.5 ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് എവിടെയാണോ 9.5 വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഇതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പും കൂടി കൊടുക്കണം. 1.5 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തു. ഇനി നമുക്കിതിനെ അങ്ങ് സ്ട്രെയിറ്റ് വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേസ്റ്റിൻ്റെ അവിടുത്തെ മെഷർമെൻറ്റ്സ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ ഒരു വേസ്റ്റിൻ്റെ അവിടെ ഞാൻ 8.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കണേ. 8.5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു അടിഭാഗത്തായിട്ട് ഏറ്റവും അടിഭാഗത്തായിട്ട് 8.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. അവിടെയും 1.5 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്കിതേ ഈ 2 പോയിന്റുകളും ജോയിൻ ചെയ്തങ്ങ് വരയ്ക്കാം. ഇനി അടുത്തതായിട്ട് നെക്കിൻ്റെ വീതിയാണ് മാർക്ക് ചെയ്യണേ. ഞാൻ നെക്കിൻ്റെ വീതി 3 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ 3 ഇഞ്ച് ഈ ഒരു ലൈനിൻ്റെ അപ്പുറത്തേക്ക് 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം, ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ 2.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് അതിനെ ഒന്ന് ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. ഇനി ഞാൻ ഈ ഒരു ബോക്സിൽ റൗണ്ട് നെക്കാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലെ നെക്ക് ഇതുപോലെ റൗണ്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഷോൾഡർ സ്ലോപ്പാണ് മാർക്ക് ചെയ്യണേ. ഷോൾഡർ സ്ലോപ്പ് ഞാൻ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം അതിനെ അങ്ങ് ചെരിച്ച് വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഷോൾഡർ സ്ലോപ്പും ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട്.
ഇനി അടുത്തായിട്ട് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തുല്ലോ ഷോൾഡർ സ്ലോപ്പ്, അതിൻ്റെ അടിയിലേക്ക് എത്രയാണ് മെഷർമെൻറ്റ് വരണേന്നൊന്ന് നോക്കുക. അപ്പോൾ 6.5 ഇഞ്ചാണ് കേട്ടോ വരണേ. ഇനി കറക്റ്റ് ഈ ഒരു 6.5യുടെ പകുതി മാർക്ക് ചെയ്യാം. കറക്റ്റ് 6.5യുടെ പകുതി കണ്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഭംഗിയായിട്ട് ആ ഒരു കർവ് അങ്ങ് വരച്ചു കൊടുക്കാം, ആം ഹോളിൻ്റെ കർവ് കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മളിതേ ആം ഹോൾ വരച്ചിട്ടുണ്ട്. ഇനി തൽക്കാലം ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ദേ ഇതുപോലെ 2 പീസ് ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ദേ 2 പീസ് ക്ലോത്ത് ഇതുപോലെ ജസ്റ്റ് സെയിം അളവിൽ 2 പീസ് ക്ലോത്ത് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിനെ അങ്ങ് ചേർത്ത് വയ്ക്കുക. അപ്പോൾ ദേ ഈ 2 പീസ് ക്ലോത്ത് ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമ്മൾ യോക്ക് പോർഷനിൽ 15 അല്ലേ ലെങ്ത്ത് കൊടുത്തേ, ആ സെയിം 15 തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരണേ, 15 ഇഞ്ച്. അതുപോലെ തന്നെ ഇതിൻ്റെ വീതി വരുന്നത് 6.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 6.5 ഇഞ്ച് വീതിയിൽ ഞാൻ ഇതുപോലെ തുണി പീസ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഫ്രണ്ട് പോർഷൻ, അത് കറക്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ കറക്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മളിതേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് ദേ കറക്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 2 പീസ് ക്ലോത്ത് നമ്മൾ എടുത്തിരിക്കണേ ഈ ഒരു നെക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരുമിച്ച് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്തത്. ഇനി നമുക്ക് ഭംഗിയായിട്ട് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിവിടെ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ബാക്കിയെല്ലാം ഭംഗിയായിട്ട് ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്യാം. നെക്ക് നമുക്ക് ഇതങ്ങോട്ടൊന്ന് നീട്ടി വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഭംഗിയായിട്ട് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അങ്ങനെ അതേ ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അടിയിൽ എക്സ്ട്രാ വെച്ചിരിക്കുന്ന പീസ് നമുക്കത് എടുക്കാം കേട്ടോ. ദേ ഈ 2 പീസ് ക്ലോത്ത് നമുക്ക് നെക്ക് ചെയ്യാനായിട്ട് എടുക്കാം. ദേ 2 പീസ് ക്ലോത്ത് ഉണ്ട്, അതങ്ങ് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അതും കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റി. 2 പീസ് ക്ലോത്ത് ഉണ്ട്, അതങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ദേ ഇത് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള പീസാണ് കേട്ടോ. ഇത് നമുക്ക് 2 പീസായിട്ട് കിട്ടും. അപ്പോൾ ഫ്രണ്ടിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കണോണ്ടാണ് ഇതുപോലെ 2 പീസായിട്ട് നമുക്ക് കിട്ടുന്നത്. ദേ 2 പീസായിട്ടാണ് കേട്ടോ ഫ്രണ്ടിലും വരുന്നത്. ഇനി നമുക്ക് സെയിം ഇത് തന്നെ വെച്ചിട്ട് ബാക്ക് പോർഷൻ അങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഇതങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്ക് പോർഷന് തുണി എടുക്കുകയാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് ബാക്ക് പോർഷൻ ചെയ്യാനുള്ള തുണി ഞാൻ ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയിടുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്ക് പോർഷന് വേണ്ടിയിട്ടുള്ള തുണിയാണ്. അപ്പോൾ ഇത് മടക്കിയിട്ടതിൽ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മടക്ക് വശം വരുന്നത് എൻ്റെ ഈ ഒരു സൈഡിലാണ്. അപ്പോൾ അതേ കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം ഈ ഒരു സൈഡിലും, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ദേ 2 പീസായിട്ട് ഓപ്പൺ ആണ്. നമ്മൾ ഫ്രണ്ടിൽ ചെയ്തപ്പോൾ നേരെ തിരിച്ചാണ് കേട്ടോ മടക്കിയിട്ടിരിക്കണേ. അപ്പോൾ അത് മാറിപ്പോവരുത്. ഇനി അടുത്തതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രണ്ട് പോർഷൻ കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രണ്ടിൽ നമ്മളൊരു 4 ഇഞ്ചും 1 പോയിൻറ്റും തയ്യൽ തുമ്പ് കൊടുത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് വേണം കേട്ടോ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ കാണിക്കാം, അതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത ഫ്രണ്ട് പോർഷൻ. അത് കറക്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. ഇതിൻ്റെ ലെങ്ത്ത് 15 തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കണേ. അങ്ങനെ ഭംഗിയായിട്ട് ഫ്രണ്ട് പോർഷൻ ഈ ഒരു തുണിയുടെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഈ ഒരു ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ അത് പുറത്തേക്ക് വരണം കേട്ടോ. ഈ ഒരു കറക്റ്റ് ഈ ഒരു ലൈൻ എവിടെയാണോ അവിടെ വേണം ബാക്ക് പോർഷൻ്റെ മടക്ക് വശം വരാനായിട്ട്. കാരണം എന്താണെന്ന് പറയാം, ഈ ഒരു 4 ഇഞ്ചും 1 പോയിൻറ്റും ഫ്രണ്ടിൽ മാത്രം കൊടുക്കേണ്ട തയ്യൽ തുമ്പാണ്. അത് ബാക്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ദേ അത് എക്സ്ട്രാ പുറത്തേക്ക് വരുന്ന പോലെയാണ് നമ്മൾ കൊടുത്തിരിക്കണേ. അല്ലെങ്കിൽ ഇങ്ങനെ മടക്കിയാലും വെച്ചാൽ മതി.
കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷനിലെ നെക്ക് നമുക്ക് സെപ്പറേറ്റ് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇനി ബാക്ക് പോർഷനിലെ നെക്കാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യാൻ പോണേ. നെക്കിൻ്റെ വീതി കറക്റ്റ് ഇത് തന്നെ അങ്ങ് മാർക്ക് ചെയ്യാം. ദേ കറക്റ്റ് നെക്കിൻ്റെ വീതി ആ ഒരു തുണിയിൽ ഞാൻ മാർക്ക് ചെയ്തു. ഇനി അടുത്തായിട്ട് ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഇതിൽ മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് മാത്രമാണ് കേട്ടോ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ കൊടുക്കുന്നുള്ളൂ. 1/2 ഇഞ്ച് മാത്രം ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതും ഒരു ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് അങ്ങ് വരയ്ക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ബാക്ക് നെക്കും വരച്ചിട്ടുണ്ട്. 1/2 ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ചു. ഇനി ഈ ഒരു രീതിയിൽ നെക്ക് കട്ട് ചെയ്യാം. ബാക്കിയെല്ലാം ഇതേ ഷേപ്പിന് തന്നെ അങ്ങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് ഈ ഒരു ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ കറക്റ്റ് ഇത് ഇതുപോലെയാണ് കേട്ടോ വരിക. ഫ്രണ്ടിൽ മാത്രമേ ഓപ്പണിംഗ് ഉള്ളൂ. ബാക്ക് ഇതേ ഇതുപോലെയാണ് വരിക. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തില്ലേ ഫ്രണ്ട് പോർഷൻ, അത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടിലെ ആം ഹോൾ ചെറുതായിട്ടൊന്ന് കുഴിച്ചങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. ഇതേ ചെറുതായിട്ട് ഞാൻ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും ഞാൻ കുഴിച്ച് കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം ഇതുപോലെ ഇതൊന്ന് കുഴിച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് ഫ്രണ്ടിൽ ആം ഹോൾ ഇതേ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ്സ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി വന്ന തുണി ഞാൻ സ്ലീവ്സിനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമേ തന്നെ നമുക്കിതിനെ നീളത്തിലൊന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം. അതിനായിട്ട് ഞാൻ ദേ നീളത്തിൽ ഇതിനെ ഒന്ന് ഹാഫായിട്ട് മടക്കി. ഇതിപ്പോൾ നീളത്തിൽ ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ വീതിക്ക് ഒന്നും കൂടി ഹാഫായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ വീതിക്ക് ഇതേ ഒന്നും കൂടി ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. ഇപ്പോൾ തുണി 4ആയിട്ട് നമ്മൾ മടക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും 2 പീസായിട്ട് മടക്ക് വശം പോലെ വരേണ്ടതാണ് നമ്മുടെ ഈ ഒരു മുകൾ ഭാഗം. ആ ഒരു മടക്ക് വശത്താണ് ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യണേ. അപ്പോൾ അതേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി 5.5 ഇഞ്ച് മാർക്ക് ചെയ്തതിനെ ഞാൻ സ്ട്രെയിറ്റ് ഒന്ന് നീട്ടി വരയ്ക്കുന്നുണ്ട്. എത്രയാണോ നിങ്ങൾക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ സ്ട്രെയിറ്റ് വരച്ച ആ ഒരു ലൈനിൽ ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ദേ 8 ഇഞ്ച് വരണേ. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നിന്ന് നേരെ ഞാനൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നേരെ 3 ഇഞ്ച് സ്ട്രെയിറ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഭംഗിയായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് അങ്ങ് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ ആ ഒരു സ്ലീവിൻ്റെ കർവ് ഭംഗിയായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബോഡി പാർട്ടിൽ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത്. ആ സെയിം തന്നെ 1.5 ഇഞ്ച് നമുക്ക് നേരെ അടിയിലേക്കൊന്ന് നീട്ടി വരയ്ക്കാം കേട്ടോ. തയ്യൽ തുമ്പാണ് 1.5 ഇഞ്ച്. ഇനി നമുക്ക് സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ അവിടെ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ. അപ്പോൾ 6.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. പ്ലസ് അവിടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതങ്ങ് കണക്ട് ചെയ്തങ്ങ് വരയ്ക്കാം കേട്ടോ. തയ്യൽ തുമ്പുകൾ ആദ്യം നമുക്കൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. അങ്ങനെ ഭംഗിയായിട്ട് സ്ലീവ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഷേപ്പിന് തന്നെ അങ്ങ് കട്ട് ചെയ്യാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇപ്പോൾ അതേ നമുക്ക് രണ്ട് സൈഡിലേക്കും വെക്കാനുള്ള സ്ലീവ് കിട്ടിയിട്ടുണ്ട്. രണ്ട് സ്ലീവിൻ്റെ നല്ല വശങ്ങൾ ഞാൻ ഒന്ന് നിവർത്തിയിടുന്നുണ്ട്. രണ്ടിൻ്റെയും നല്ല വശം ഞാൻ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, രണ്ട് സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഫ്രണ്ടിലെ സ്ലീവ് മാത്രം ഒന്ന് ചെറുതായിട്ട് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഫ്രണ്ടിലെ സ്ലീവ് മാത്രം എടുത്ത് ചെറുതായിട്ട് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലെ സ്ലീവ് എന്ന് അറിയാനായിട്ട് ചെറിയൊരു മാർക്കിംഗ് നിങ്ങൾ എന്തെങ്കിലും ഇട്ട് കൊടുത്തോ കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് സ്ലീവ്സും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വയ്ക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ യോക്ക് പോർഷനും സ്ലീവ്സും ഒക്കെ കട്ട് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് അടിയിലേക്കുള്ള പോർഷൻ കട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ 2 പീസ് തുണി ഇതുപോലെ ഹാഫായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 2 പീസ് തുണി ഇതുപോലെ ഹാഫായിട്ടാണ് കേട്ടോ മടക്കിയിട്ടിരിക്കണേ. അപ്പോൾ ഇതിൻ്റെ മടക്കുവശം വരുന്നത് എൻ്റെ ഈ ഒരു സൈഡിലാണ്. ഇവിടെയാണ് കേട്ടോ മടക്കുവശം വരണേ. അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെയാണ് നമ്മൾ ഹാഫായിട്ട് മടക്കിയിട്ടിരിക്കണേ ഈ ഒരു തുണീനെ. അപ്പോൾ അതേ അതിൻ്റെ ഓപ്പൺ പീസ് വരുന്നത് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലാണ്. ഞാൻ അടിയിലേക്കുള്ള ലെങ്ത്ത് എടുത്തിരിക്കണേ 30 ഇഞ്ചാണ് കേട്ടോ. നേരെ അടിയിലേക്ക് തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് ലെങ്ത്ത് 30 ഇഞ്ചാണ് എടുത്തിരിക്കണേ. ഇനി അടുത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പോർഷൻ ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടു. ഇനി അടുത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പോർഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഈ ഒരു ബാക്ക് പോർഷൻ്റെ യോക്ക് ഭാഗം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന പോലെ ഈ ഒരു മുകൾ ഭാഗത്തേക്ക് ഞാൻ ഒന്ന് കയറ്റി വെക്കുന്നുണ്ട്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതേ കറക്റ്റ് ഈ ഒരു മുകൾ ഭാഗത്ത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ക്ലിയർ ആയല്ലോ? അപ്പോൾ കറക്റ്റ് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് കറക്റ്റ് ഇതിനോട് ചേർത്ത് വെച്ചു. എന്നിട്ട് അതവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നേരെ അടിയിലേക്ക് സാധാരണ നമ്മൾ എ ലൈനൊക്കെ മാർക്ക് ചെയ്യണ പോലെ ഡയഗണലായിട്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഡയഗണലായിട്ടൊന്ന് വരച്ചു പോവാം. അങ്ങനെ അടി വരെ നമ്മൾ ഡയഗണലായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു അടിവശത്ത് ഞാനൊരു 1.5 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് ഇതിനൊന്ന് ഷേപ്പ് ചെയ്ത് അങ്ങ് വരയ്ക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിഭാഗത്തെ മാർക്കിങ്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പോർഷൻ അങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതേ ഷേപ്പിൽ തന്നെ ഭംഗിയായിട്ട് നമുക്കിതങ്ങ് കട്ട് ചെയ്യാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ അടിയിലേക്കുള്ള പോർഷനും കട്ട് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് കട്ട് ചെയ്യാനുള്ളത് കോളറിൻ്റെ പാർട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. കാരണം ഇപ്പോൾ തന്നെ വീഡിയോ നല്ലോണം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടിയൊക്കെ കാണിക്കുമ്പോൾ നല്ലോണം വീഡിയോ ലെങ്തി ആവും. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉണ്ടെന്ന്. അപ്പോൾ ലെങ്ത്ത് കൂടിയോണ്ടാണ്, സോറി കേട്ടോ. അപ്പോൾ അതെന്തായാലും നമുക്ക് അടുത്ത് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.